നവംബർ 28, 2025 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഈ മധൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിന്നും തളങ്കര വരെ ഒരു യാത്ര പോയിരുന്നു. മുന്നിൽ കാണുന്ന റോഡിൽ കൂടി അന്ന് റോഡിലുണ്ടായിരുന്ന കുഴികളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയൊക്കെ ആയിരുന്നു നിങ്ങൾ കണ്ടതെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. ഇന്ന് ജനുവരി 2, 2026. അങ്ങനെ യാത്ര ആരംഭിച്ചു. ഒരു സമയത്ത് നല്ല റോഡായിരുന്നു മധൂരിൽ നിന്നും കർണ്ടക്കാട് വരെ ഉണ്ടായിരുന്നത്. ചില മാറ്റങ്ങളാണ് കുഴികൾ കൊണ്ടുവന്നത്. റീടാറിങ് ചെയ്തിട്ടുണ്ട്. പാച്ച് വർക്കുകളും കാണാൻ പറ്റുന്നുണ്ട്. കളർ ഡിഫറൻസ് ആണ് മെയിനായിട്ടും ആ കാഴ്ചക്ക് കാരണമാകുന്നത്. സോ കൂഡലു എത്തിയിരിക്കുന്നു. കൂഡലുവിലെ ഗവൺമെൻറ് സ്കൂളാണ് നിങ്ങൾ കാണുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ചൂരി വരെ എത്തും. ചൂരിയിലാണ് റോഡ് ഏറ്റവും കൂടുതൽ തകർന്നിരുന്നത്. കുണ്ടുകളും കുഴികളുമില്ലാത്ത മനോഹരമായ റോഡ്. പക്ഷേ ഫ്ലാറ്റ്നെസ് അല്പം കുറവാണ്. അത് നിങ്ങൾക്ക് വണ്ടിയിൽ വൈബ്രേഷനിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. കർണ്ടക്കാടിൽ നിന്നും ഇനി തളങ്കര ഭാഗത്തേക്കാണ് യാത്ര. സോ ടൗണിൽ കൂടിയാണ് പോകുന്നത്. കാസർഗോഡ് ടൗണിൻ്റെ മെയിൻ റോഡുകളാണ്. നേരത്തെ ഇവിടെ വിള്ളലുകളും കുഴികളും കണ്ടിരുന്നെങ്കിൽ ഇന്ന് വളരെ ഫ്ലാറ്റ് സർഫസ് ആണ്. പാച്ച് വർക്കല്ല, മറിച്ച് റീടാറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. വളരെ സയൻറ്റിഫിക്കായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത റോഡുകളാണ്. സോ ഒരു ടൗണിൽ എങ്ങനെ റോഡ് ഉണ്ടായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. റോഡ് മാർക്കിങ്സും സൈഡ് വേസും ഇതുവരെ വരച്ചിട്ടില്ലെങ്കിലും സൂൺ വി ക്യാൻ എക്സ്പെക്ട് ദം. കാസർഗോഡ് ടൗണിൽ 2 ട്രാഫിക് സിഗ്നലാണുള്ളത്. ഒന്ന് ഇതും മറ്റത് പഴയ പ്രസ് ക്ലബ് ജംഗ്ഷനിലുമാണ്. ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്ത് കോൺക്രീറ്റ് ബ്ലോക്സ് ആണുള്ളത്. പിന്നെ ഫ്ലാറ്റ് റീടാർഡ് സർഫസ് ആണ് അപ് ടു റെയിൽവേ സ്റ്റേഷൻ. തെരുവത്തിന് ശേഷം പിന്നീട് പാച്ച് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഏതൊരു യാത്ര പോലെ തന്നെ നമുക്കുമുണ്ട് ഒരു ഡെസ്റ്റിനേഷൻ. റോഡിൻ്റെ ഒരു വശത്ത് മൈതാനമാണെങ്കിൽ മറ്റേ വശത്ത് ഗവൺമെൻറ് സ്കൂളാണ് നിങ്ങൾ കാണുന്നത്. പിന്നിൽ കാണുന്നത് തളങ്കര മാലിക്തിനാർ പള്ളിയാണ്. നവംബർ 28 വെള്ളിയാഴ്ച. ഇന്ന് ജനുവരി 2 വെള്ളിയാഴ്ച. 5 ആഴ്ചകൾ കഴിഞ്ഞു. റോഡുകളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ പഞ്ചായത്ത് ത്രിതല ഇലക്ഷൻ സമയമായിരുന്നു. ഇലക്ഷന് ഒരാഴ്ച മുമ്പോ മറ്റോ ആണ് ചെയ്തത്. പക്ഷേ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഇനി നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുന്ന ഒരു പ്രിപ്പറേഷൻ മോഡിലാണ്. പാച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ കംപ്ലീറ്റ്ലി ന്യൂ റോഡ് തന്നെ വെച്ചിട്ടുണ്ട്. നല്ല മാറ്റം കണ്ടു. ഇനിയും റോഡിൻ്റെ കാര്യത്തിലായാലും സേഫ്റ്റിയുടെ കാര്യത്തിലായാലും അധികൃതർ കാര്യമായി ശ്രദ്ധിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. നിങ്ങളെയും യാത്രയിൽ കൂടെ കൂട്ടിയതിലും സന്തോഷം.